ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ വലയത്തിലേക്ക് ഒരു വെടിയുണ്ട പാഞ്ഞു കയറുന്നത് അത് ആദ്യമായിട്ടായിരുന്നില്ല. അമേരിക്കൻ ചരിത്രത്തിൽ കറുത്ത മഷി പടർന്ന 4 ദിവസങ്ങളുണ്ട്. തങ്ങളുടെ ഭരണാധികാരികൾ തെരുവിൽ വെടിയേറ്റ് വീഴുന്നത് കണ്ട് ആ രാജ്യം 4 തവണ നടുങ്ങിയിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ, ജെയിംസ് ഗാർഫീൽഡ്, വില്യം മക്കിൻലി ഇവർ 3 പേരും കൊല്ലപ്പെട്ടപ്പോൾ കൊലയാളി ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും ലോകത്തിന് കൃത്യമായി അറിയാമായിരുന്നു. അതിലൊന്നും വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ 1963 നവംബർ 22 നടന്നത് മറ്റൊന്നായിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ് സർവ്വസന്നാഹങ്ങളോടെയും നീങ്ങുന്ന ഒരു വാഹന വ്യൂഹത്തിനുള്ളിൽ വെച്ച് നിശബ്ദനാക്കപ്പെട്ടു. ചുറ്റും പോലീസും രഹസ്യ പോലീസും സൈന്യവും. സത്യം പറഞ്ഞാൽ ഒരു ഉറുമ്പിന് പോലും അവരറിയാതെ അങ്ങോട്ടേക്ക് കടക്കാൻ സാധിക്കില്ല. FBI ദിവസങ്ങളോളം അരിച്ചുപെറുക്കി പരിശോധിച്ച അതേ വഴിയിൽ വെച്ച് തന്നെ ആ മരണം സംഭവിച്ചു. ഇത്രയും വലിയ സുരക്ഷാ കോട്ടയെ തകർക്കാൻ ഒരാൾക്ക് മാത്രമായി എങ്ങനെ കഴിഞ്ഞു? അതോ ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിന് മുന്നിൽ വെച്ച് തന്നെ നടന്ന ഒരു വലിയ നാടകമായിരുന്നോ അത്? ശരിക്കും ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? മറ്റൊരു രാജ്യത്തിന് അതിൽ പങ്കുണ്ടോ? ലോകം ഇന്നും തിരയുന്ന ആ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, വിരോധാഭാസം എന്ന് പറയട്ടെ, മാസങ്ങൾ നീണ്ട ആ മുൻകരുതലുകൾ ഒന്നും ഫലം കണ്ടില്ല. കൃത്യം ഉച്ചയ്ക്ക് 12:30 ഡീലി പ്ലാസയിലൂടെ കെന്നഡിയുടെ വണ്ടി കടന്നുപോയ ആ നിമിഷം ലോകം നിശ്ചലമായി. കെന്നഡിക്ക് വെടിയേറ്റു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സ്ഥിരീകരിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ ഏജൻസികളായ CIA-യും FBI-യും ഒക്കെ ഉടനെ തന്നെ രംഗത്തിറങ്ങി. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ആശ്ചര്യകരമായ കാര്യം എന്താണെന്നോ, ഇത്രയും വലിയ അന്വേഷണം നടത്തിയിട്ടും അവർ കുറ്റക്കാരനായി കണ്ടെത്തിയത് ഒരേ ഒരാളെയാണ്, ലീ ഹാർവി ഓസ്വാൾഡ്. ഇവിടെയാണ് സംശയം തുടങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ ഏജൻസികളെ കബളിപ്പിച്ച് ഒരാൾക്ക് മാത്രമായി ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അതോ ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ചരട് വലിച്ചിരുന്നോ? ഇതിൻ്റെ ഓരോ വശങ്ങളും പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇത് നമ്മൾ കരുതുന്നത് പോലെ ലളിതമായ ഒരു കൊലപാതകമല്ലെന്ന്. ഇതോടെയാണ് സംശയങ്ങൾ പുകയാൻ തുടങ്ങിയത്. ലോകത്തെ ഏറ്റവും കരുത്തനായ ഒരു ഭരണാധികാരിയെ ഇത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ഒരാൾ മാത്രം വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? മറ്റൊരു പ്രധാന കാര്യം ആ യാത്രയുടെ വഴിയാണ്. എയർപോർട്ടിൽ നിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വളരെ എളുപ്പമുള്ള നല്ല സുരക്ഷിതമായ ഒരു വഴിയുണ്ടായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കിയിട്ടാണ് തിരക്കുള്ള സിറ്റിയിലൂടെ കെന്നഡിയുടെ വണ്ടി കൊണ്ടുപോയത്. ആര് പറഞ്ഞിട്ടാണ് വഴി മാറ്റിയത്? ആരാണ് ആ തീരുമാനം എടുത്തത്? ശരിക്കും ആ വഴി മാറ്റിയത് ഒരു കെണിയായിരുന്നു. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ വേറെയും ചില വിചിത്രമായ കാര്യങ്ങൾ പുറത്തു വന്നു. വെടിവെച്ച ആൾ ജോലി ചെയ്തിരുന്നത് ടെക്സാസ് ബുക്ക് ഡിപ്പോസിറ്ററിയിലായിരുന്നു. ഈ ജോലി അയാൾക്ക് കിട്ടിയത് വെറും 1 മാസം മുൻപ് മാത്രമാണ്. അതും വെറും ഒരു ഫോൺ കോൾ വഴി. ഇത് വെറും ഒരു യാദൃശ്ചികം മാത്രമാണോ? അതോ അയാളെ കൃത്യമായി ആ കെട്ടിടത്തിൽ എത്തിക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? ഇതിനിടയിലാണ് മറ്റൊരു നിഗൂഢ രൂപം ക്യാമറയിൽ കുടുങ്ങിയത്. തലയിൽ ഒരു സ്കാർഫ് ധരിച്ച ഒരു സ്ത്രീ. വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവർ ആ ദൃശ്യങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പേടിച്ച് ചിതറി ഓടുമ്പോഴും അവർ ശാന്തമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാബുഷ്ക ലേഡി എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീ ആരാണെന്നോ അവരുടെ പക്കലുള്ള ക്യാമറയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നോ ഇന്നും ആർക്കും അറിയില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കെന്നഡി കൊലപാതകം ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അമേരിക്കയെ പിടിച്ചുലച്ച ആ അന്വേഷണം പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ആ വലിയ രഹസ്യങ്ങൾ നമ്മളിൽ നിന്ന് ഇപ്പോഴും ആരോ മറച്ചു വെക്കുന്നുണ്ടെന്നാണ്. അത് ആരെ സംരക്ഷിക്കാനാണ്? ഒരു വ്യക്തിയെയോ അതോ ഒരു രാജ്യത്തെയോ? ആ സ്ത്രീയെ എന്തുകൊണ്ടാവാം പിടിക്കാൻ കഴിയാഞ്ഞത്? ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. കെന്നഡിക്ക് പ്രസംഗിക്കാൻ വേണ്ടി ആദ്യം നോക്കിയിരുന്നത് 2 സ്ഥലങ്ങളായിരുന്നു. ഒന്ന് ട്രേഡ് മാർട്ട്, രണ്ടാമത്തത് വിമൻസ് ബിൽഡിംഗ്. സുരക്ഷാ കാരണങ്ങളാൽ വൈറ്റ് ഹൗസ് നിർദ്ദേശിച്ചത് 2ാമത്തെ സ്ഥലമായിരുന്നു. എന്നാൽ ടെക്സാസ് ഗവർണർ നിർബന്ധം പിടിച്ചത് ട്രേഡ് മാർട്ടിന് വേണ്ടിയാണ്. ഒടുവിൽ വെടിവെപ്പ് നടക്കുന്നതിന് വെറും 8 ദിവസം മുൻപാണ് ആ തീരുമാനമെടുത്തത്.
വേദി ട്രേഡ് മാർട്ട് തന്നെ. പക്ഷേ ഈ കാര്യം അപ്പോൾ പുറത്തു വിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വേദി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം വന്നു, എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ പോകും? സാധാരണഗതിയിൽ ഒരു പ്രസിഡന്റ് യാത്ര ചെയ്യുമ്പോൾ വലിയ വളവുകളോ തിരിവുകളോ ഇല്ലാത്ത ഏറ്റവും സുരക്ഷിതമായ വഴിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഒരു വലിയ അപകടം ഒഴിവാക്കാൻ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താവുന്ന ഒരു ബൈപ്പാസ് റോഡ് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആ വഴി അവർ ഒഴിവാക്കി. പകരം വണ്ടി തിരിച്ചുവിട്ടത് തിരക്കേറിയ നഗരത്തിലൂടെയാണ്. എന്തിനായിരുന്നു അത്? കൃത്യമായി പറഞ്ഞാൽ ടെക്സാസ് സ്കൂൾ ബുക്ക് ഡിപ്പോസിറ്ററി എന്ന കെട്ടിടത്തിന്റെ തൊട്ടുമുന്നിലൂടെ. ഓർക്കുക, ഈ കെട്ടിടത്തിൽ നിന്നാണ് കെന്നഡിക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞു വന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതൊരു വലിയ പ്ലാനിന്റെ ഭാഗമായിരുന്നെന്ന്. എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊന്നാണ്. പ്രസിഡന്റ് കെന്നഡിക്ക് ജനങ്ങളെ നേരിട്ട് കാണാനും അഭിവാദ്യം ചെയ്യാനും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരക്കുള്ള ആ വഴി തിരഞ്ഞെടുത്തതെന്ന് പറയുന്നവരുമുണ്ട്. എങ്കിലും ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. ആദ്യം പറഞ്ഞ ആ വിമൻസ് ബിൽഡിംഗ് ആയിരുന്നു പ്രസംഗത്തിനുള്ള വേദിയായി തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ തീർച്ചയായും ആ യാത്രയുടെ വഴിയും മാറുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കൊലയാളിയിൽ നിന്ന് പ്രസിഡന്റ് കെന്നഡി ഒരുപാട് ദൂരെയാകുമായിരുന്നു. ഒരുപക്ഷെ ലോകചരിത്രം തന്നെ മാറ്റിമറിച്ച ആ ആക്രമണം അവിടെ നടക്കുമായിരുന്നില്ല. അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലാണ്. ട്രേഡ് മാർട്ട് എന്ന ആ വേദി തിരഞ്ഞെടുത്തതാണോ കെന്നഡിയുടെ വിധി കുറിച്ചത്? ഇതിനിടയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വെടിവെപ്പ് നടക്കുമ്പോൾ കാറിൽ കെന്നഡിക്കൊപ്പം ഉണ്ടായിരുന്ന ഗവർണർ കോണലിക്കും പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ സാധ്യതയില്ല. സത്യം പറഞ്ഞാൽ സുരക്ഷിതമായ മറ്റൊരു വഴി വേണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അന്ന് അത് ആരും കേട്ടില്ല. മറ്റൊരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്. എയർപോർട്ടിൽ നിന്നുള്ള ഈ വഴിയും പ്രസംഗം നടത്തുന്ന സ്ഥലവുമൊക്കെ പുറം ലോകം അറിയുന്നത് വെടിവെപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എന്നാൽ ഇതിനും 2 മാസം മുൻപ് ടെക്സാസ് ബുക്ക് ഡിപ്പോസിറ്ററി എന്ന ആ കെട്ടിടത്തിൽ ചില അസ്വാഭാവികമായ കാര്യങ്ങൾ നടന്നിരുന്നു. 1963 സെപ്റ്റംബറിൽ ആ കെട്ടിടത്തിൽ പെട്ടെന്ന് ജോലിക്കാരുടെ കുറവുണ്ടായി. ഉടനെ തന്നെ വെസ്ലി പ്രേസിയർ എന്നൊരാൾക്ക് അവിടെ ജോലി കിട്ടി. ഇതിന് പിന്നാലെയാണ് അയാളുടെ അയൽക്കാരനായ പ്രതി ലീ ഹാർവി ഒസ്വാൾഡിനും അവിടെ ജോലി ലഭിക്കുന്നത്. അതും വെറുമൊരു ഫോൺ കോളിലൂടെ. പിറ്റേ ദിവസം തന്നെ അയാൾക്ക് ജോലി കൊടുത്തു. ഇതെല്ലാം വെറും യാദൃശ്ചികമാണോ? അതോ ആ കെട്ടിടത്തിനുള്ളിൽ കൊലയാളിക്ക് വേണ്ടി ആരെങ്കിലും നേരത്തെ തന്നെ കളം ഒരുക്കിയതാണോ? സത്യം ഇന്നും ഫയലുകൾക്കുള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നു എന്ന് വേണം പറയാൻ. അന്വേഷണം ഒടുവിൽ ചെന്നു നിന്നത് വേസ്ലിയുടെ അയൽക്കാരനായി താമസിച്ചിരുന്ന ആ മനുഷ്യനിലാണ്, ലീ ഹാർവി ഒസ്വാൾഡ്. കെന്നഡി കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അയാളെ പിടികൂടി. സത്യത്തിൽ ഓസ്വാൾഡിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അയാൾ ഒരു കൊലപാതകിയാണെന്ന് ആരും സംശയിക്കില്ലായിരുന്നു. അയാൾക്ക് സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് എന്നും യാത്ര ചെയ്യുക എന്നത് അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതിനുവേണ്ടി ഡാളസിൽ ഒരു മുറി വാടകയ്ക്കെടുത്താണ് അയാൾ താമസിച്ചിരുന്നത്. സാധാരണയായി ആഴ്ച അവസാനങ്ങളിൽ അയാൾ വെസ്ലിയുടെ വീട്ടിൽ പോയി നിൽക്കും. പിന്നീട് തിങ്കളാഴ്ച രാവിലെ വെസ്ലിയുടെ കൂടെ തന്നെ തൻ്റെ ജോലി സ്ഥലമായ ടെക്സാസ് ബുക്ക് ഡിപ്പോസിറ്ററിയിലേക്ക് മടങ്ങും. ഏകദേശം 1 മാസത്തോളം ഈ ദിനചര്യ കൃത്യമായി തുടർന്നു പോകുന്നു. എന്നാൽ ആ കറുത്ത വെള്ളിയാഴ്ചയ്ക്ക് കൃത്യം 1 ദിവസം മുൻപ്, അതായത് നവംബർ 21 വ്യാഴാഴ്ച, എല്ലാം മാറിമറിഞ്ഞു. പതിവില്ലാതെ അന്ന് ഓസ്വാൾഡ് വ്യാഴാഴ്ച തന്നെ വെസ്ലിയുടെ കൂടെ ഇർവിങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഡാളസ് നഗരത്തിന് തൊട്ടടുത്തുള്ള ഈ നഗരത്തിലായിരുന്നു ഓസ്വാൾഡിൻ്റെ ഭാര്യ താമസിച്ചിരുന്നത്. സാധാരണ ശനിയാഴ്ച മാത്രം പോകാറുള്ള അയാൾ എന്തിനാണ് 1 ദിവസം മുൻപേ പോകാൻ തീരുമാനിച്ചത്? ആ ഒരു മാറ്റം വെറുമൊരു യാത്രയായിരുന്നോ? അതോ ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന തൻ്റെ അവസാനത്തെ നീക്കത്തിന് മുൻപുള്ള തയ്യാറെടുപ്പായിരുന്നോ? ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ ഓസ്വാൾഡ് വെസ്ലിയുടെ കൂടെ ജോലിക്കിറങ്ങി. അയാളുടെ കയ്യിൽ നീളമുള്ള ഒരു പേപ്പർ ബാഗ് ഉണ്ടായിരുന്നു. ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മുറിയിലേക്ക് വേണ്ട കർട്ടൻ റോഡുകൾ ആണെന്നായിരുന്നു അയാളുടെ മറുപടി. പക്ഷെ ശരിക്കും അത് കർട്ടൻ റോഡുകൾ തന്നെ ആയിരുന്നു. വെടിവെപ്പ് നടക്കുന്നതിന് കൃത്യം 30 മിനിറ്റ് മുൻപ് ഓസ്വാൾഡ് ടെക്സാസ് ബുക്ക് ഡിപ്പോസിറ്ററിയുടെ 6ാം നിലയിലായിരുന്നു. ഉച്ചഭക്ഷണ സമയമായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം താഴേക്ക് പോയി. എന്നാൽ ഓസ്വാൾഡ് മാത്രം 6ാം നിലയിൽ ഒറ്റയ്ക്ക് നിന്നു. പുറത്ത് വൻ ജനക്കൂട്ടമാണ്. പ്രസിഡന്റിനെ ഒരു നോക്ക് കാണാൻ എല്ലാവരും കാത്തു നിൽക്കുന്നു. ചില ജീവനക്കാർ 5ാം നിലയിലെ ജനലിലൂടെ
താഴെ തെരുവിലേക്ക് നോക്കി നിൽക്കുകയാണ്. കൃത്യം 12:30 പ്രസിഡന്റിൻ്റെ വാഹന വ്യൂഹം അവിടെ എത്തിച്ചേർന്നു. കാറിൻ്റെ വലതുവശത്ത് പ്രസിഡന്റും തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും, തൊട്ടു മുന്നിനായി ഗവർണറും ഭാര്യയും ഇരിക്കുന്നുണ്ട്. ആ ആഡംബര കാർ ആ കെട്ടിടത്തിന് തൊട്ടടുത്ത് വെച്ച് ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞതും അപ്രതീക്ഷിതമായ ആ വെടിയൊച്ച കേട്ടു. ചിലർ പറയുന്നത് 2 തവണ വെടി പൊട്ടി എന്നാണ്, എന്നാൽ മറ്റു ചിലർ 3 തവണ കേട്ടു എന്ന് വാദിക്കുന്നു. ആ വെടിയുണ്ട പ്രസിഡന്റിന്റെ കഴുത്തിൽ തറച്ചു, മറ്റൊന്ന് തലയിലും. ഡ്രൈവർ ആ നിമിഷം തന്നെ വണ്ടി അവിടെ നിന്ന് വേഗത്തിൽ ഓടിച്ചു. പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. പ്രസിഡന്റ് കെന്നഡി വിടവാങ്ങിയിരുന്നു. ആരായിരുന്നു ആ കൊലയാളി? കണ്ടവർ ഓരോരുത്തരും ഓരോന്നാണ് പറഞ്ഞത്. ഒരാൾ കണ്ടത് കറുത്ത വസ്ത്രം ധരിച്ച ആളെയാണെങ്കിൽ മറ്റൊരാൾ കണ്ടത് വെളുത്ത വസ്ത്രം ധരിച്ച ആളെയാണ്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ കൃത്യമായി ഒരു കാര്യം കണ്ടു. 6ാം നിലയിലെ ജനലിലൂടെ ഒരാൾ വെടിവെക്കുന്നു. ഒട്ടും വൈകിച്ചില്ല, അദ്ദേഹം കെട്ടിടത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറി. ആ പോലീസ് ഓഫീസർ 6ാം നിലയിലേക്ക് പാഞ്ഞു കയറിയെങ്കിലും പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ പോലീസും FBI-യും ആ കെട്ടിടം അങ്ങ് വളഞ്ഞു. ഒരു ഈച്ച പോലും പുറത്തു പോകാത്ത രീതിയിൽ എല്ലാ വാതിലുകളും അടച്ചു. അകത്തുള്ള എല്ലാ ജീവനക്കാരെയും അവർ തടഞ്ഞു വെച്ചു. പക്ഷെ ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല, ലീ ഹാർവി ഓസ്വാൾഡ്. വെടിവെപ്പ് നടന്ന ഉടനെ തന്നെ ഓസ്വാൾഡ് ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തു കടന്നിരുന്നു. നേരെ തൻ്റെ വാടക മുറിയിൽ പോയി വസ്ത്രം മാറി ഒരു പിസ്റ്റളും കയ്യിലെടുത്ത് അയാൾ വീണ്ടും പുറത്തിറങ്ങി. നഗരത്തിലുടനീളം അതീവ ജാഗ്രതയായിരുന്നു. പെട്രോളിങ്ങിനിടെ ഒരു പോലീസ് ഓഫീസർ ഓസ്വാൾഡിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഓഫീസർക്ക് പ്രതികരിക്കാൻ പോലും സമയം കൊടുക്കാതെ ഓസ്വാൾഡ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഓസ്വാൾഡ് അടുത്തുള്ള ഒരു സിനിമാ തിയേറ്ററിനുള്ളിൽ ഒളിച്ചിരുന്നു. പക്ഷേ അധിക നേരം അവിടെ തുടരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പോലീസ് അയാളെ അവിടെ വെച്ച് വളയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്ത 2 ദിവസം പോലീസും FBI-യും CIA-യും ചേർന്ന് അയാളെ മാറി മാറി ചോദ്യം ചെയ്തു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ആ ചോദ്യം ചെയ്യലുകൾ ഒന്നും റെക്കോർഡ് ചെയ്തിരുന്നില്ല. ആ മുറിക്കുള്ളിൽ വെച്ച് അവർ എന്താണ് സംസാരിച്ചത്, അയാൾ എന്താണ് വെളിപ്പെടുത്തിയത്, ഇന്നും അത് ആർക്കും അറിയില്ല. നവംബർ 24-ന് ഓസ്വാൾഡിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. മാധ്യമങ്ങളും പോലീസുകാരും നോക്കി നിൽക്കെ അപ്രതീക്ഷിതമായ ഒരാൾ ഓസ്വാൾഡിന് നേരെ വെടിയുതിർത്തു. പ്രസിഡന്റ് കെന്നഡിയെ ചികിത്സിച്ച അതേ ആശുപത്രിയിലേക്കാണ് ഓസ്വാൾഡിനെയും കൊണ്ടുപോയത്. പക്ഷേ അയാളും അവിടെ വെച്ച് മരിച്ചു. അതോടെ ലോകത്തെ ഞെട്ടിച്ച ആ വലിയ രഹസ്യങ്ങളെല്ലാം അയാളോടൊപ്പം എന്നേക്കുമായി അവസാനിച്ചു. ഇതൊക്കെയാണ് ഔദ്യോഗികമായി പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്നും ലോകത്തുണ്ട്. പല ദൃക്സാക്ഷികളും പിന്നെ വെളിപ്പെടുത്തിയത് മറ്റൊന്നാണ്. 6ാം നിലയിലെ ജനലിൽ അവർ കണ്ട രൂപം ഓസ്വാൾഡിൻ്റേത് ആയിരുന്നില്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ താൻ നിരപരാധിയാണെന്ന് ഓസ്വാൾഡ് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. In fact, nobody has said that to me yet. The first thing I heard about it was when the newspaper reporters in the hall asked me that. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാദം ഇതായിരുന്നു: ഓസ്വാൾഡ് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തു. ബുക്ക് ഡിപ്പോസിറ്ററിയിൽ ജോലി സംഘടിപ്പിച്ചു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് കൃത്യം നിർവഹിച്ചു. പക്ഷെ ഇവിടെയാണ് യുക്തിക്ക് നിരക്കാത്ത ചില ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത്രയും കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്ത ഒരാൾ വെടിവെപ്പിന് ശേഷം ഇത്രയും അബദ്ധങ്ങൾ കാണിക്കുമോ? എന്തിനാണ് അയാൾ ആ കെട്ടിടത്തിൽ നിന്ന് പേടിച്ച് ഓടിയത്? എന്തിനാണ് വഴിയിൽ വെച്ച് ഒരു പോലീസുകാരനെ കൊന്ന് സംശയം വർദ്ധിപ്പിച്ചത്? എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിൽ പോയി ഒളിച്ചിരുന്നത്? ഒരു പ്രൊഫഷണൽ കൊലയാളി ഒരിക്കലും ചെയ്യാത്ത വിഡ്ഢിത്തരങ്ങളായിരുന്നു ഇവയെല്ലാം. കൊലപാതകത്തിന് ശേഷം ഒട്ടനവധി അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അവയൊന്നും സത്യം തെളിയിക്കുന്നതിന് പകരം കൂടുതൽ ദുരൂഹതകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓസ്വാൾഡിൻ്റെ മരണത്തോടെ മറ്റൊരു സംശയം കൂടി ശക്തമായി. യഥാർത്ഥ പ്രതികൾക്ക് വേണ്ടി അയാളെ ആരോ നിശബ്ദനാക്കി കളഞ്ഞതാണോ? അകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലെന്ന് പലരും വിശ്വസിക്കുന്നു. ഇതിന് പിന്നിൽ FBI-യോ CIA-യോ പോലുള്ള ഏജൻസികൾക്ക് പങ്കുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു. കാരണം സത്യം ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഒന്നുറപ്പാണ്, 1963-ലെ ആ വെടിവയ്പ് അമേരിക്കയുടെ ചരിത്രത്തെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സമാധാനത്തെയാണ് എന്നേക്കുമായി തകർത്ത് കളഞ്ഞത്. ഇവിടെയാണ് അമേരിക്കയുടെ പ്രമുഖ ഏജൻസിയായ FBI-ക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്.
പ്രതിയായ ലീ ഹാർവി ഓസ്വാൾഡ് മുൻപ് ഒരു US മറൈൻ ഉദ്യോഗസ്ഥനായിരുന്നു. വെടിവെപ്പിന് മുൻപേ തന്നെ അയാൾ FBI കർശന നിരീക്ഷണത്തിലായിരുന്നു എന്നതും ഒരു വാസ്തവമാണ്. എന്തുകൊണ്ടാണ് FBI ഈ സാധാരണക്കാരനെ നിരീക്ഷിച്ചത്? അതിന് കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു. ഓസ്വാൾഡ് ഒരു മുൻ US മറൈൻ സൈനികനായിരുന്നു എങ്കിലും അയാൾ കുറച്ചു കാലം ശത്രുരാജ്യമായ സോവിയറ്റ് യൂണിയനിൽ പോയി താമസിച്ചിരുന്നു. അവിടെ നിന്ന് ഒരു റഷ്യൻ യുവതിയെ വിവാഹം കഴിച്ച് തിരികെ അമേരിക്കയിൽ എത്തിയപ്പോൾ മുതൽ FBI അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ അയാൾ ഒരു റഷ്യൻ ചാരനായിരിക്കുമോ എന്നതായിരുന്നു അവരുടെ സംശയം. അതുകൊണ്ട് തന്നെ അയാളുടെ ഓരോ നീക്കവും FBI അറിഞ്ഞിരുന്നു. ഇത്രയും അപകടകാരിയായ ഒരാളെ നിരീക്ഷിച്ചിട്ടും പ്രസിഡന്റിന്റെ യാത്രാ വഴി തീരുമാനിക്കുമ്പോൾ ആ വിവരം സുരക്ഷാ ചുമതലയുള്ള സീക്രട്ട് സർവീസിന് കൈമാറിയില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിവരം അവർ മറച്ചുവെച്ചത്? അതോ മനഃപൂർവ്വം ആരോ ആ വിവരങ്ങൾ തടഞ്ഞു വെച്ചതാണോ? അന്വേഷണത്തിനിടയിൽ വേറെയും ചില അസ്വാഭാവികമായ കാര്യങ്ങൾ നടന്നു. ഉദാഹരണത്തിന് 6ാം നിലയിൽ നിന്ന് കണ്ടെത്തിയ 3 വെടിയുണ്ടകളുടെ ഷെല്ലുകൾ ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് തന്നെ അവ അവിടെ നിന്ന് മാറ്റിയതായി പറയപ്പെടുന്നു. പിന്നീട് അവ പഴയ സ്ഥലത്ത് തന്നെ തിരികെ വെച്ചാണ് ഫോട്ടോകൾ എടുത്തതും രേഖപ്പെടുത്തിയതും. തെളിവുകളിൽ ഇത്തരമൊരു തിരിമറി നടന്നത് ആ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ക്രൈം സീനിൽ നിന്ന് എടുത്ത ചില ആദ്യകാല വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ പിന്നീട് ഒരു വിശദീകരണവും നൽകാതെ ആ ദൃശ്യങ്ങളെല്ലാം അപ്രത്യക്ഷമായി. എവിടെ പോയി ആ തെളിവുകൾ? ആരെങ്കിലും അവ നശിപ്പിച്ചതാണോ? ഇത്രയധികം തെളിവുകൾ കാണാതായിട്ടും ഈ മിസ്റ്ററി പൂർണ്ണമായും അഴിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു തെളിവ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. വെടിവെപ്പ് നടന്ന സമയത്ത് പകർത്തിയ പല ഫോട്ടോകളിലും വീഡിയോകളിലും ഒരു സ്ത്രീയെ കാണാം. തലയിൽ ഒരു സ്കാർഫ് ധരിച്ച ആ സ്ത്രീ തൻ്റെ കയ്യിലുള്ള ക്യാമറ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. റഷ്യൻ ശൈലിയിലുള്ള ആ സ്കാർഫ് കണ്ടതുകൊണ്ട് അവരെ ലോകം ബാബുഷ്ക ലേഡി എന്ന് വിളിച്ചു. മറ്റെല്ലാവരും ഭയന്നോടുമ്പോഴും അവർ മാത്രം ഒട്ടും കുലുക്കമില്ലാതെ ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പലരും വിശ്വസിക്കുന്നത് ഈ കൊലപാതകം കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആരോ നിയോഗിച്ച ഒരാളായിരുന്നു ഈ സ്ത്രീ എന്നാണ്. അവരുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ മാത്രം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഡീലി പ്ലാസയിൽ ശരിക്കും എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷവും ആ സ്ത്രീ ആരാണെന്നോ എവിടെയാണെന്നോ കണ്ടെത്താൻ FBI കഴിഞ്ഞിട്ടില്ല. അവർ എടുത്ത ആ വീഡിയോ ദൃശ്യങ്ങൾ എവിടെ പോയി? ഇന്നും ആർക്കും അത് അറിയില്ല. അതുകൊണ്ട് തന്നെ കെന്നഡി കൊലപാതകം ഇന്നും ലോകത്തിന് മുന്നിൽ ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. സത്യം ഒരുപക്ഷെ ആ സ്കാർഫിനുള്ളിൽ ഇന്നും ഒളിച്ചിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? ഇത് ഓസ്വാൾഡ് ഒറ്റയ്ക്ക് ചെയ്തതാണോ? അതോ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ആ ബാബുഷ്ക ലേഡി ഒരു സാധാരണ സാക്ഷി മാത്രമാണോ? അതോ ആരെങ്കിലും നിയോഗിച്ച ചാരയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.